ദിനപത്ത് കൊടുക്കുന്നതാണ് പ്രഖ്യാപിച്ചത്. ശരിയാണ്, 3 മാസത്തേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 3 മാസത്തിന്റെ ഒരു പ്രത്യേകത? അതൊരു പ്രത്യേക കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇവരെല്ലാം പുനരധിവസിക്കപ്പെടും എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 മാസത്തെ ദിനപത്ത് പ്രഖ്യാപിക്കുന്നത്. 3 മാസത്തെ ദിനപത്ത് പ്രഖ്യാപിച്ചു, അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ 8 മാസമായി 5 മാസമായിട്ട് ആ മനുഷ്യർക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ അവരൊക്കെ പുനരധിവസിക്കുക കേട്ടോ. അവരാരും എന്താ പറയാ, ഒരു പുനരധിവാസ സ്ഥലത്തേക്ക് മാറിയിട്ടില്ല. അവർക്കാർക്കും വീടുകളും കിട്ടിയിട്ടില്ല. അവർക്കാർക്കും തൊഴിലെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ദിനപത്ത് എന്തായി? ദിനപത്ത് നിന്നു. ഇനി അത് മാത്രമല്ലല്ലോ, അന്ന് അവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു വാടക വീടുകളിലേക്ക്. എന്തായിരുന്നു സ്ഥിതി? വാടക കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു പറഞ്ഞു. അതിനൊരു സമയം വെച്ചിരുന്നു. വാടക കൊടുത്തുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാടക കട്ടായി. എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാവോ? ഈ വാടക കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ KSEBക്കാരും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അവരുടെ ബില്ലുകൾ വേവ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വേവ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാവോ? ഈ വാടക കിട്ടാത്ത വീട്ടിലേക്ക് KSEBയുടെ ബില്ല് വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുന്നുണ്ട്. ഈ ബില്ലെല്ലാവരും അടയ്ക്കണം, വാടകയും കൊടുക്കണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ? നമുക്കറിയാമല്ലോ, ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ 2000 രൂപയുടെ ഫുഡ് കൂപ്പൺ കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു 2000 രൂപയുടെ ഫുഡ് കൂപ്പൺ. കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ വന്നിട്ടാണ് ഈ മനുഷ്യരെല്ലാം ക്യൂ നിന്നിട്ട് ആ ഫുഡ് കൂപ്പൺ വാങ്ങിച്ചത്. ആ ഫുഡ് കൂപ്പൺ കൊടുത്തത് ഒരൊറ്റ പ്രാവശ്യമാണ്. ആ കൂപ്പണുമായിട്ട് മാവേലി സ്റ്റോറിൽ പോയിട്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഈ വാടക വീട്ടിൽ വന്ന് താമസിച്ചിരുന്ന മനുഷ്യരെല്ലാം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടിണിയിലേക്ക് പോയി. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഒരു കെയറും അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിനപ്പുറത്ത് എന്ത് തെളിവാ വേണ്ടതെന്നേ. ആദ്യം പ്രഖ്യാപിച്ചു 300 രൂപ വീതം ദിനപത്ത് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അല്ലെ, 3 മാസത്തേക്ക് ദിനപത്ത് കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ശരിയാണ്, 3 മാസത്തേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 3 മാസത്തിന്റെ ഒരു പ്രത്യേകത? അതൊരു പ്രത്യേക കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇവരെല്ലാം പുനരധിവസിക്കപ്പെടും എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു.